ഏകാദശി എന്നത് ഹിന്ദുമാസത്തിലെ 11ാം ചാന്ദ്രദിനമാണ്. ഇതിൽ ശുക്ലപക്ഷ ഏകാദശിയും കൃഷ്ണപക്ഷ ഏകാദശിയും ഉൾപ്പെടുന്നു. ഏകാദശിയുമായി ബന്ധപ്പെട്ട് വ്രതമനുഷ്ഠിക്കുന്നത് വിഷ്ണുപ്രീതിക്കും മോക്ഷം ലഭിക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. ഈ ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുകയും ദ്വാദശി ദിനത്തിൽ പാരണ, അതായത് ഭക്ഷണം കഴിക്കൽ നടത്തുകയും ചെയ്യുന്നു. ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ ഏകാദശിക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. വ്രതാനുഷ്ഠാനം എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണയായി ദശമി ദിവസം ഒരിക്കലൂണും ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസവുമാണ് അനുഷ്ഠിക്കുന്നത്. വ്രതം അവസാനിപ്പിക്കുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ദ്വാദശി ദിവസം ഹരിവാസര സമയത്തിന് ശേഷം മലരും തുളസിയിലയും ചേർത്ത് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുന്നതാണ്. ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിൽ ഗുരുവായൂർ പ്രതിഷ്ഠ നടത്തിയെന്നും ഇത് ഗീതോപദേശം നൽകിയ ദിവസമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഏകാദശി വ്രതം എടുക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദശമി ദിവസം പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ ഒരു നേരം പഴങ്ങളോ അരിയാഹാരങ്ങളോ ധാന്യാഹാരങ്ങളോ ഒക്കെ കഴിക്കുക. പകൽ ഉറങ്ങരുത്. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. അന്നേ ദിവസം മുഴുവൻ ഭഗവാനെ സ്തുതിക്കുന്ന നാമങ്ങൾ ജപിക്കുക, പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം. ഇനി ദ്വാദശി ദിവസത്തിലോ ഹരിവാസര സമയത്തിന് ശേഷം മലരും തുളസിയിലയും ചേർത്ത് തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയതിനെ ഹരിവാസനം എന്ന് പറയുന്നു. നമുക്കറിയാം വർഷത്തില് 24 ഏകാദശിയുണ്ട്, ചിലപ്പോൾ 25ലേക്കും എത്താറുണ്ട്. ഒക്ടോബർ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഒരു ഏകാദശിയാണ് ഉത്ഥാന ഏകാദശി എന്നത്. അതായത് കാർത്തിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ്. ഈ ദിവസം ഭഗവാൻ വിഷ്ണു 4 മാസത്തെ യോഗ നിദ്രയിൽ നിന്ന് ഉണരുന്നു എന്നാണ് വിശ്വാസം. ഇതിനെ ഹരിബോധിനി ഏകാദശി, പ്രബോധിനി ഏകാദശി, ദേവോത്തിനി ഏകാദശി എന്ന പേരുകളിൽ അറിയപ്പെടുന്നു. ഈ ദിവസം വ്രതമെടുക്കുന്നതിലൂടെ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും വലിയ പുണ്യം നേടാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു. ശയനൈ ഏകാദശിയിൽ ആരംഭിച്ച 4 മാസത്തെ ചാതുർമാസ വ്രതത്തിന് ഈ ദിവസം അവസാനം പെടുന്നു. ഈ ദിവസം ഭഗവാൻ വിഷ്ണു ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിനാൽ ഉണരുന്ന ദിവസം എന്ന അർത്ഥത്തിൽ ഉത്ഥാന ഏകാദശി എന്ന പേര് വന്നു. ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് ഒരുപാട് പുണ്യം നൽകുമെന്നും എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. 1000 അശ്വമേധ യാഗങ്ങൾ നടത്തുന്നതിനേക്കാൾ വലിയ പുണ്യം ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ലഭിക്കുമെന്ന് പരാമർശമുണ്ട്. വിഷ്ണു പുരാണം അനുസരിച്ച് ഭഗവാൻ ഹരിയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും ഈ ദിവസം ഇല്ലാതാകും. ഇതാണ് ഉത്ഥാന ഏകാദശിയെ കുറിച്ചുള്ള ലഘുവിവരണം. ഏകാദശി ഐതിഹ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അസുരനായ മുരനെ വധിച്ച ഏകാദശി ദേവിയുടെ ജന്മത്തെക്കുറിച്ചുള്ളത്. ഈ ദേവിയെ അനുസ്മരിച്ച് മഹാവിഷ്ണുവിന് മുരാരി എന്ന പേര് ലഭിച്ചെന്നും ഏകാദശി ദേവി ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ ദിവസം വ്രതമായി ആചരിച്ചു തുടങ്ങിയെന്നുമാണ് ഒരു ഐതിഹ്യം. മറ്റൊരു പ്രധാന ഐതിഹ്യം കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത് ഏകാദശി നാളിലാണെന്നതാണ്. അതിനാൽ ഇത് ഗീതാ ദിനമായും ആചരിക്കുന്നു. ലോകത്തിന് ഭീഷണിയായിരുന്ന മുരനെ വധിക്കാൻ മഹാവിഷ്ണുവിൽ നിന്ന് ജനിച്ച ഏകാദശി ദേവിയുടെ ജന്മം ഏകാദശി ദിനത്തിലാണ് സംഭവിച്ചത്. ഈ ദേവി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഏകാദശി വ്രതം ആരംഭിച്ചത്. കുരുക്ഷേത്ര യുദ്ധത്തിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത് ഏകാദശി നാളിലാണ്. അതുകൊണ്ട് ഈ ദിവസം ഗീതാദിനമായും ആചരിക്കുന്നു. ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ദേവഗുരുവായ ഗുരുവായൂരിലെ വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ചത് വൃശ്ചിക മാസത്തിലെ വെളുത്ത ഏകാദശി നാളിലാണ്. അതിനാൽ ഈ ദിവസം ഗുരുവായൂർ ഏകാദശിയായും ആഘോഷിക്കുന്നു.